ഒരു പ്രത്യേക വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതുണ്ട്, ഞാനിപ്പോൾ ഒരു കൊടും കാട്ടിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റഫ്ഡ് ചിക്കൻ. ഇത് കണ്ടോളൂ, ചിക്കൻ. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജില്ലേ, ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യണം. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ വെൽക്കം ടു മൈ പിക്സൽ. ഞാൻ ആദിത്യ ചേരാൻ. അപ്പം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതെല്ലാവരും മുഴുവനായിട്ട് കാണാൻ മറക്കല്ലേ. ഇതിപ്പം നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ടുള്ള മസാലകൾ കാണിച്ചു തരാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല. ഇത്രയും സാധനമാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് അടുത്ത പടിയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം എടുത്ത മസാലയ്ക്കകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അരമുറി നാരങ്ങയുടെ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇതിലേക്കൊന്ന് തേച്ചെടുക്കാം, ഈ ചിക്കനിലേക്ക്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തേച്ചിങ്ങനെ കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുണ്ടുള്ളൂ, ഇടയ്ക്കൊക്കെ തേച്ച് വെക്കണം. ഇത് ഇപ്പം നല്ല ചുമപ്പ് കളറിലിരിക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ. അതിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് 1/2 മണിക്കൂർ ഇത് റെസ്റ്റിനായിട്ട് വെക്കണം. അടിപൊളിയായിട്ട് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ എണ്ണ ഒഴിച്ചില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എണ്ണ ഒഴിക്കട്ടെ. ഇപ്പോൾ എണ്ണ ഒഴിക്കുകയാണ് നമ്മൾ സാഹസികമായി. ഇത്രയും മതി. അപ്പം ഇനി നമ്മൾ ഇത് സ്റ്റഫ് ചിക്കൻ ആക്കണം, സ്റ്റഫ് ചെയ്യണം. ആദ്യം നമുക്ക് ഇത് ഇച്ചിരി ഇതിൻ്റെ അകത്തോട്ട് തള്ളിക്കയറ്റാം. ഈ വയറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ തള്ളി ഒന്ന് കയറ്റണം. ഈ പുതിന എല്ലാം നല്ലോണം തള്ളി അതിൻ്റെ ഒരു മുട്ട എടുത്ത് അതിലേക്ക് കുത്തിക്കയറ്റണം. കുത്തിക്കയറ്റിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ചോറ് വാരി അതിലേക്ക് ഇടണം. ഞാൻ പറയാൻ മറന്നത്, ഞാൻ ഇച്ചിരി ചോറും കൂടെ വെന്ത് എടുത്തോണ്ട് വന്നായിരുന്നു. ഇനി ഇച്ചിരി പുതിനയില, മുട്ട, അടുത്ത മുട്ട തളിക്കത്തിന്. ഇനി നമുക്ക് ചോറ് തളിക്കയറ്റാം. ഇച്ചിരി കൂടെ ചോറിടുക. ഇപ്പം നമ്മൾ ഇത് അവസാനത്തെ പുതിനയില തള്ളിക്കയറ്റുകയാണ്. ഇപ്പം റോഡിൻ്റെ അപ്പുറത്ത് ഒരു കല്യാണം ഉണ്ട്, അതിൻ്റെ പാട്ട് നടക്കുകയാണ്. നല്ല പാട്ടാണ്. അപ്പം ഇനി നമുക്ക് സ്റ്റഫ്ഡ് ചിക്കൻ ശരിക്കും ഉണ്ടാക്കാം. ഇതുണ്ടാ നല്ല നമ്മുടെ കോഴിച്ചട്ടൻ. ഇപ്പം നമ്മൾ ചോറും പുതിനയിലയും മുട്ടയിലും ഫില്ല് ഇട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നൂല് കൊണ്ട് കെട്ടാം. ഇത് അപ്പോഴത്തെ കല്യാണ വീട്ടിൽ നല്ല പാട്ട് നടക്കുകയാണ്. ഇനി ആ നൂലൊക്കെ വെച്ച് ഈ ചിക്കൻ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാഴയിലക്കകത്ത് പൊതിഞ്ഞെടുക്കണം ഇത്. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് വാഴയിലൊക്കെ വാട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതുണ്ട്, നല്ല നാച്ചുറൽ വാഴയിലയാണ്. ഞങ്ങളുടെ വീടിന് താഴെ ഒരു വാഴത്തോട്ടമുണ്ട്, അവിടെ നിന്ന് വരച്ചോണ്ട് വന്ന ഇതുണ്ട, നല്ല വളമൊക്കെ ഉള്ള വാഴ.
ഞാൻ വാഴയിലേക്ക് വിരിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചിക്കൻ ഇതിലേക്ക് വെച്ചിട്ട് പൊതിഞ്ഞെടുക്കാം. ചിക്കൻ നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇതിലോട്ട് വെക്കുക. പാത്രം ഫസ്റ്റ് നമുക്ക് ഈ വാഴയിലോട്ട് അത് പൊതിഞ്ഞെടുക്കാം. നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. സെക്കൻഡ് നമുക്ക് ഈ വാഴയില ഞാൻ ഇതൊന്നും ചെയ്തോട്ടെ. ഞാൻ വാഴയിലക്കകത്ത് പൊതിഞ്ഞു. ഞാൻ അത് അലുമിനിയം ഫോയിൽ ഞാൻ പൊതിഞ്ഞെടുക്കട്ടെ. അലുമിനിയം ഫോയിൽ നമ്മുടെ ഇവിടെ റെഡി. ഇത് നമ്മൾ പൊതിഞ്ഞെടുക്കുക. ഇപ്പം നമ്മൾ വാഴയില ഫുള്ള് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇത് കണ്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ ഇത് ഫുള്ള് കവർ ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ശരിക്കും ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് ശരിക്കും ഉണ്ടാക്കാം. കണ്ട. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ, ഞാനില്ലേ രാവിലെ പാടത്ത് പോയി ഇച്ചിരി ചെളി വാരിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ വെച്ച് അത് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മൾ തീ കൂട്ടിയിട്ട് തീ കത്തി വെച്ച് ചുട്ടെടുക്കാം. ഞാൻ ഫുട്ബോൾ പോലെ ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവിടെ ഇച്ചിരി ചെളി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിൽ വെച്ചൊന്ന് പരട്ടാം. വാ, നമുക്ക് ഇതുവഴി ഇറങ്ങാം. ഇതുണ്ടോ ചെളി? നമുക്ക് ഇതൊന്ന് ഇതിൽ വെച്ച് പരട്ടാം. ഞാൻ ചിക്കനിലൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. നമ്മുടെ ചെളി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ ഇവിടെയൊക്കെ തേച്ചിങ്ങനെ ഫുള്ള് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. ഈ ചിക്കൻ നമ്മൾ ഈ ചിക്കനിലോട്ട് അലുമിനിയം ഫോയിൽ നല്ലപോലെ കെട്ടി വെക്കണം. അല്ലെങ്കിൽ ഇല്ലേ നമ്മുടെ ഈ ചിക്കനിലോട്ട് ഇത് പറ്റാൻ പാടില്ല. ഈ കളിമണ്ണ് ഒരിക്കലും പറ്റാൻ പാടില്ല. ചിക്കൻ അകത്തോട്ട് കയറാൻ പാടില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് തേച്ചെടുക്കട്ടെ. പിന്നെ അത് തേച്ചെടുക്കട്ടെ. അപ്പം നമുക്ക് ഈ രണ്ട് കൈയും കൊണ്ട് എടുത്ത് വെച്ച് ഇത് ചെയ്യാം. കണ്ട, ഇപ്പം നല്ല സൂപ്പറാകുന്നു. കണ്ട, ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇതിപ്പോൾ നമുക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതെ, ഇത് ഇച്ചിരി ചെയ്യാൻ സമയം എടുക്കും. അപ്പം ഞാൻ തേച്ച് പിടിപ്പിച്ചെടുത്തോട്ടെ. നമ്മൾ പാടത്തുനിന്ന് മാറിയ ചെളി ഇച്ചിരി ലൂസായിരുന്നു. അപ്പം ഞാൻ അലുമിനിയം ഫോയിൽ ഇതൊന്ന് കവർ ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് അടുത്ത പണിയിലേക്ക് കിടക്കാം. അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ചുട്ടെടുക്കണം. തീ വെച്ച് ചുട്ടെടുക്കണം. അപ്പം ചുട്ടെടുക്കാം. വാ. അപ്പം ഞാൻ കർപ്പൂരവും വിറകും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഈ ചിക്കൻ ഇച്ചിരി വെയിറ്റ് കൂടുതലായത് കാരണം തീക്കകത്തിട്ട് ക്യാമറ ഉണ്ട്. അപ്പം ഇത് ഇപ്പം ആവും. അപ്പം നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ ഇപ്പം ഉണ്ട്. കണ്ടോ, ഇത് നമ്മുടെ ചിക്കന് ഫോയിൽ പേപ്പറായി പൊതിഞ്ഞേക്കുന്നത്. ഇപ്പം നല്ല പുകയടിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ
സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാനായി. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ടൈം. അപ്പോൾ സമയം ഇത്തിരി കിട്ടി. അപ്പോൾ നമുക്ക് എളുപ്പം ടേസ്റ്റ് ചെയ്യാം. നമുക്ക് സ്റ്റഫ് ചെയ്ത ഭാഗം കണ്ട നല്ല ഇതണ്ട അകത്തിങ്ങനെ സ്റ്റഫായിരിക്കുന്നുണ്ട്. നമ്മുടെ ചോറൊക്കെ നല്ല ചിക്കൻ്റെ ഗ്രേവി ഇങ്ങനെ നമുക്കിത് വെളിയിലോട്ട് അങ്ങ് എടുക്കാം. നല്ല ചൂടുണ്ട്. നമ്മുടെ മുട്ട പകുതി മുറിഞ്ഞിട്ടുണ്ട്. കാരണം നല്ല ചൂടല്ലേ. നമുക്കൊന്ന് കഴിക്കാം. അടിപൊളി. ഇനി ചിക്കൻ്റെ ഒരു പീസ് കഴിച്ചു നോക്കാം. ഇതുണ്ട് നമ്മുടെ കാല്. നമുക്ക് പാലൊന്ന് മുറിച്ചെടുക്കാം. ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ. അപ്പം ഞാൻ തിന്നെടുക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴത്തെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വിടാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ ബൈ.